കെ.വി. ബൈജു, ഇന്ന് കിട്ടിയ ഈ വിവരങ്ങൾ ഇത് എത്രത്തോളം നിർണായകമാകും ഈ കേസ് അന്വേഷണത്തിൽ? എന്തെങ്കിലും കാര്യങ്ങൾ SIT പറയുവാൻ തയ്യാറായിട്ടുണ്ടോ, അതോ അഭിഭാഷകരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ളൂ? എന്താണ് ഇന്ന് നടന്നത് യഥാർത്ഥത്തിൽ നേത്രാവതി പുഴയുടെ തീരത്ത്? മഞ്ജുഷ, ഈ കാര്യത്തിൽ DGPയുടെ കർശന നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന്. കാരണം ഇത് പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്നത് ഒരു പക്ഷേ ഈ അന്വേഷണത്തിനെ ബാധിക്കും, അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം അത് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. അതായത് പുഴയുടെ മറുവശത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ മൃതദേഹ അവശിഷ്ടം പുറത്തേക്ക് എടുക്കുന്നത് കൃത്യമായി നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടു. അതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് തന്നെ ആ വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകൻ മഞ്ജുനാഥ ഈ ഒരു ഫേസ്ബുക്ക് ഒരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കുന്നു. അതായത് സത്യമേവ ജയതേ എന്നായിരുന്നു ആ പത്രക്കുറിപ്പ്. ആ ഒറ്റ പത്രക്കുറിപ്പിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. പിന്നീട് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ആ സ്ഥിരീകരണം വരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ന്യൂസ് 18ലൂടെയാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിച്ച വിവരം പുറം ലോകം അറിയുന്നത്. പ്രധാനമായും ഈ വാർത്ത ആദ്യം മുതൽ, അതായത് ഒരു മാധ്യമങ്ങൾ പോലും വരാത്തൊരു സ്ഥലം അവിടെ ന്യൂസ് 18 എത്തുന്നു. ഓരോ ആളുകളുടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിലെത്തുന്നു. പിന്നീട് അത് വലിയ തോതിൽ ശബ്ദമായി മാറുന്നു. കൂടുതൽ മാധ്യമ ശ്രദ്ധ ഇവിടെ നേടുന്നു. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇതിൽ ഇന്ന് വരെ, ഈ രാവിലെ വരെ, ഒരു 11:30 വരെ ഇതിൽ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ എന്ന് മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ അത് ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയെന്നതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അതായത് അന്വേഷണം 3-ാം ദിവസം എത്തിയിരിക്കുന്നു. 5 ഇടങ്ങൾ പരിശോധിച്ചപ്പോഴും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അവിടെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതായത് അവിടെ വെള്ളം കയറി വരുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ആ ഒരു അനുകൂലമായ ആ ഒരു ഇടം അവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ആദ്യം ലഭിക്കുന്നത് ഒരു അസ്ഥികൂടം, തലയില്ലാത്തൊരു അസ്ഥികൂടമാണ്. പിന്നീട് അത് 2 അടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിച്ചത്. പിന്നീട് 8 അടിയോളം താഴ്ചയിൽ അവിടെ കുഴിച്ചപ്പോഴാണ് ഒരു തലയൊട്ടി കൂടി കിട്ടുന്നത്. അതിനി ഒരേ ആളുടേതാണോ അതല്ല മറ്റ് 2 പേരുടേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനം. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഈ അസ്ഥികൂടം കിട്ടിയതോടുകൂടി ഇതിന്റെ മാനം മാറുകയാണ്. പ്രത്യേകിച്ച് വലിയ തോതിൽ ഇനി 100 മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്താണ് 7ഉം 8ഉം ഉള്ളത്. അത് വളരെ പ്രധാനമാണ്. 7ൽ മുഴുവൻ പരിശോധന പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 8ലെ പരിശോധനയാണ് വളരെ നിർണായകമാവുക. അത് നാളെ ഉണ്ടാകൂ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇതിന്റെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വരെ ഇവിടെ ഉണ്ടായ ഒരാൾ എന്ന നിലയിലും ഈ ശുചീകരണ തൊഴിലാളിയായി നേരിട്ട് സംസാരിച്ച ഒരാൾ എന്ന നിലയിലും നമുക്ക് ഈ കാര്യത്തിൽ ആദ്യം തന്നെ വലിയ തോതിലുള്ള ഒരു വിശ്വാസ്യത ഇതിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ SIT സംഘവും പൂർണ്ണമായും ഈ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ബൈജു, ഈ ആദ്യം തന്നെ ഇത് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ ദൃക്സാക്ഷി നൽകുന്ന മൊഴികൾ സത്യമാണോ എന്നുള്ളത്. അതെന്തായാലും ആ കടമ്പ കഴിഞ്ഞുവല്ലോ, അല്ലേ? ഇപ്പോൾ SIT സംഘം പൂർണ്ണമായിട്ടും ഈ ദൃക്സാക്ഷിയുടെ, ഈ ശുചീകരണ തൊഴിലാളി എന്ന ഈ ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ ഓരോ മാർക്കിംഗ് നടക്കുന്നത് ഓരോ സ്ഥലത്തും. ഇപ്പോൾ നിലവിൽ ഈ 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുള്ള അന്വേഷണം മാത്രമാണോ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ടൊരു 5 ഇടങ്ങളിൽ കൂടി, അല്ലേ, 5 അല്ല 7 ഇടങ്ങളിൽ കൂടി ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട്. നാളെ ഏത് രീതിയിലായിരിക്കും? ഇപ്പോൾ ഇന്ന് ഈ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് കണ്ടു, ബാക്കി അതേ ക്രമത്തിൽ തന്നെയാണോ ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നത്? എന്താണ് ഇനിയുള്ള പരിശോധനയുടെ വിവരങ്ങൾ? മഞ്ജുഷ, 13 ഇടങ്ങൾ അത് പ്രധാനമായും ആ സ്ഥലം പരിശോധിച്ചതിന് ശേഷം പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യാനുണ്ട്. അത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു പരിശോധന നടത്താനാണ് തീരുമാനിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. 13 കഴിഞ്ഞ് 14ലേക്ക് മാർക്ക് ചെയ്യാൻ പോകേണ്ടിയിരുന്നത് ഒരു എസ്റ്റേറ്റിലാണ്. അത് ഇവിടുത്തെ ഒരു പ്രമുഖ ഉന്നതനായ ഒരാളുടെ എസ്റ്റേറ്റ് ആയിരുന്നു. അത് മാർക്ക് ചെയ്യുമ്പോൾ SIT തീരുമാനിച്ചത് കോടതി ഉത്തരവോടുകൂടി, കോടതിയുടെ അനുമതിയോടുകൂടി ഒരു സ്വകാര്യ വ്യക്തിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്താമാണ്. ഈ 13 സ്ഥലങ്ങളിൽ നാളെ ഉണ്ടാവുന്നത്, നാളെ 8ാമത്തെ
ആ ഒരു പോയിന്റ് അത് വളരെ നിർണായകമാണ്. കാരണം അവിടെ 10-ലധികം മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മൃതദേഹങ്ങൾ മാത്രമല്ല, അത് ഒരു നേത്രാവതി പുഴയുടെ മുകളിലായി ഒരു കുന്നിൻ ചെരുവിലായി വരുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ മറ്റ് നിർമ്മിതിയോ അല്ലെങ്കിൽ മണ്ണിടുന്ന പ്രക്രിയ അങ്ങനെ ഒന്നും നടക്കാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ പറ്റും. മാത്രമല്ല JCB പോലുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിക്കാനും കഴിയുന്നതാണ് അവിടുത്തെ പ്രത്യേകത. അതേപോലെ തന്നെയാണ് 11ഉം 12ഉം വരുന്നതും. അവിടെയും ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ പറ്റും. കാരണം റോഡിന് സമീപത്താണത്. വനമേഖലയിലാണെങ്കിൽ റോഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്തത് കൃത്യമായി കാണാം. ഇന്ന് സുരക്ഷ കൂടുതലുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പോലീസിനെയായിരുന്നു സുരക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ തെളിവ് നശിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത്രത്തോളം പ്രബലരായവരാണ് എതിർ ഭാഗത്തുള്ളത്. വലിയ തോതിലുള്ള നേരത്തെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഇന്ന് കൂടുതലുണ്ടാകും. ആ പ്രദേശങ്ങളിൽ ആയുധധാരികളായ പോലീസിനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് 8 മുതൽ 12 വരെയുള്ള പ്രദേശം വളരെ നിർണായകമാണ്. പിന്നീട് 13 വരുന്നത് നേത്രാവതി പുഴയുടെ സമീപത്തായ തന്നെ ഒരു റോഡിന് സമീപമാണ്. പക്ഷെ അവിടെ വലിയ തോതിൽ മണ്ണ് ഇട്ട് റോഡ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന എത്രത്തോളം പ്രായോഗികമാകുന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ 8 മുതൽ 11 വരെ അത് നാളെ എത്ര ഇത് പോയിന്റ് പരിശോധിക്കാൻ കഴിയുമെന്നാണ് നാളെ അറിയേണ്ടത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം അവിടെ കൃത്യമായി മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. 7 വരെയുള്ള പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തേക്ക് പരിശോധന അല്പസമയത്തിനകം തന്നെ ഇന്ന് അവസാനിപ്പിക്കും. ഇനി കൂടിയാലോചന ഉണ്ടാവും ഏത് രീതിയിൽ പോകണം. അതല്ല ഒരേ സമയത്ത് തന്നെ 8ഉം 9ഉം 10ഉം ഇങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ എന്ന കാര്യം SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം DGPയുമായുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്നലെയാണ് DGP ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത് അനുകൂലമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണിടലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത സ്ഥലം അവിടെ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി കൃത്യം സ്ഥലം ആ പോയിന്റ് കൃത്യമായിരുന്നു. അവിടെ പരിശോധന നടത്തി. അപ്പോൾ തന്നെ അവിടുന്ന് 2 അടി കുഴിക്കുമ്പോൾ തന്നെ ഈ ഒരു അസ്ഥികൂടം കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ചെറിയ ആഴത്തിൽ മാത്രമാണ് ഇത്തരം മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടതെന്നാണ്. അവിടെ സമീപത്തായി ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് ഈ പ്രധാന റോഡ് വരുന്നത്. റോഡിൽ മൃതദേഹങ്ങൾ എത്തിക്കും. പിന്നീട് ഇയാൾക്ക് ഇത് കൈമാറി ഇയാൾ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് മൊഴി. കൃത്യമായി ആ മൊഴി വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ സംഭവത്തിൽ ഒരു പുകമറ ഉണ്ട്, ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ടെങ്കിലും ഇന്നത് എല്ലാം മാറിയിരിക്കുന്നു. കൃത്യമായി ഈ സാക്ഷിമൊഴിയിൽ ഇനി ഇയാൾ ഇതിൽ കൂടുതൽ, അതായത് ഇത് ആരാണ് തന്നെ ഏൽപ്പിച്ചത്, അവർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ആ സൂപ്പർവൈസർമാരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇനി പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് SIT ഒരു വിഭാഗം 2-3 സംഘങ്ങളായാണ് ഇപ്പോൾ ഇനി പരിശോധന നടത്തുക. അത്തരം തീരുമാനങ്ങൾ കൂടിയാലോചനകൾ ഇന്ന് നടക്കുന്നത്. ഏത് രീതിയിൽ ഇനി തുടർ അന്വേഷണം നടക്കണം. കാരണം ഇത് സാക്ഷിയുടെ മൊഴി കൂടുതൽ ബലപ്പെടുന്നതാണ് ഇന്നത്തെ കാഴ്ചയുണ്ടായത്, ഇന്നത്തെ ഈ സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാളെ അത് ഏത് രീതിയിൽ വേണമെന്ന് ശരിയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് അടുത്ത ശാസ്ത്രീയ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. അതിന്റെയും കൂടി ആവശ്യമുണ്ട്. ഒപ്പമാണ് 8 മുതൽ 11 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പരിശോധന, മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ പോകുന്നത്. ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുകയാണ്.